റിപ്പോർട്ടർ ബ്രേക്കിംഗ്. പാലക്കാട് അട്ടപ്പാടിയിലേക്ക് അനധികൃതമായി വൻതോതിൽ സ്ഫോടക വസ്തുക്കൾ കടത്താൻ ശ്രമിച്ച കേസിൽ മുഖ്യപ്രതി പോലീസിന്റെ പിടിയിൽ. ആരപ്പുപാറ സ്വദേശിയായ നാസറിനെയാണ് മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 16-നാണ് ആനമൂളി ചെക്ക് പോസ്റ്റിന് സമീപത്ത് വെച്ച് ഓട്ടോറിക്ഷയിൽ കടത്തുകയായിരുന്ന സ്ഫോടക വസ്തുക്കൾ പോലീസ് പിടികൂടിയത്. ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം. ഇക്ബാൽ അറക്കൽ, മുഖ്യപ്രതി പിടിയിലായിരിക്കുന്നു. എന്തൊക്കെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ? അതായത് ഇക്കഴിഞ്ഞ 16-നായിരുന്നു മണ്ണാർക്കാട് പോലീസ് ഇത്തരത്തിൽ ആനമൂളി ചെക്ക് പോസ്റ്റിന് സമീപത്ത് വെച്ച് ഈ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തുന്നത്. 400-ലധികം ജലാറ്റിൻ സ്റ്റിക്കുകൾ, അതുപോലെ തന്നെ ഇലക്ട്രിക് ഡിറ്റനേറ്ററുകൾ ഉൾപ്പെടെ പോലീസ് വാഹന പരിശോധനയ്ക്കിടയിൽ പിടികൂടുകയായിരുന്നു. നേരത്തെ മൂത്താന്തറ, അതുപോലെ തന്നെ പുതുനഗരം സംഭവങ്ങൾക്ക് പിന്നാലെ ഈ സ്ഫോടക വസ്തുക്കൾ പാലക്കാട് ജില്ലയിൽ വ്യാപകമായി ഉണ്ട് എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമാണ് വാഹന പരിശോധന കർശനമാക്കിയിരുന്നത്. അങ്ങനെ ആനമൂളി ചെക്ക് പോസ്റ്റിന് സമീപത്ത് വെച്ച് മണ്ണാർക്കാട് പോലീസും പുതൂർ പോലീസും ജില്ലാ ഡാൻസ് ഓഫ് സ്ക്വാഡും നടത്തിയ പരിശോധനയ്ക്കിടയിലാണ് തച്ചമ്പാറ സ്വദേശിയുടെ ഓട്ടോറിക്ഷയിൽ നിന്നും ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ പിടികൂടിയത്. അന്ന് ഓട്ടോറിക്ഷ ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് ഇയാളെ അറസ്റ്റ് രേഖപ്പെടുത്തി ചോദ്യം ചെയ്യലെല്ലാം മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. ഇയാളിൽ നിന്ന് ലഭിച്ച വിവരപ്രകാരമാണ് ഇപ്പോൾ അരപ്പാറ സ്വദേശിയായിട്ടുള്ള നാസറിനെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നാസറാണ് ഇത്തരത്തിൽ തച്ചമ്പാറയിൽ നിന്നും അട്ടപ്പാടിയിലേക്ക് ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ കടത്താൻ തന്നെ ഏൽപ്പിച്ചതെന്ന് ഈ ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ടുള്ള തച്ചമ്പാറ സ്വദേശി പോലീസിന് വിവരം നൽകുകയായിരുന്നു. നരസിമുക്ക്, അതായത് അട്ടപ്പാടി നരസിമുക്ക് സ്വദേശിയായിട്ടുള്ള പാപ്പണിന് വേണ്ടിയാണ് ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ അട്ടപ്പാടിയിലേക്ക് കടത്താൻ ശ്രമിച്ചതെന്നാണ് ഇപ്പോൾ നാസറും പോലീസിന് നൽകിയിട്ടുള്ള വിവരം. പാപ്പണിൻ എന്ന് പറയുന്നത് അട്ടപ്പാടിയിൽ അനധികൃതമായി കരിങ്കൽ ക്വാറി നടത്തുന്ന വ്യക്തിയാണെന്ന രീതിയിലുള്ള സൂചനയാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ഏതായാലും പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തുടർ അന്വേഷണം നടത്താനുള്ള നീക്കത്തിലാണ്. കൂടുതൽ മേഖലകളിൽ നിന്ന് ഇത്തരത്തിൽ പാപ്പണിൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സ്ഫോടക വസ്തുക്കൾ അട്ടപ്പാടിയിലേക്ക് എത്തിച്ചിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും ഇത്തരത്തിൽ അട്ടപ്പാടിയിലേക്ക് കടത്താൻ ശ്രമിച്ച സ്ഫോടക വസ്തുക്കൾ കടത്താൻ ശ്രമിച്ചതിന് പിന്നിൽ നാസർ അരപ്പാറ സ്വദേശിയാണ് എന്നുള്ളത് പോലീസ് കണ്ടെത്തി ഇപ്പോൾ ഇയാളെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇയാൾക്കെതിരെയുള്ള തുടർ നടപടികൾ ഇന്നു തന്നെ ഉണ്ടാവുമെന്നുള്ളതാണ് മണ്ണാർക്കാട് പോലീസ് അറിയിച്ചിട്ടുള്ളത്. സുജയ, വിവരങ്ങൾ നൽകിയത് ഇക്ബാൽ അറക്കലാണ്. അരപ്പാറ സ്വദേശി നാസറാണ് മുഖ്യപ്രതി. ഇപ്പോൾ പിടിയിലായിരിക്കുന്നു.